ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിതാ നമസ്തസ്യേ 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 നമോ നമഃ. നമസ്കാരം. നമ്മളിന്ന് പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായി പറഞ്ഞു വരുന്നത് ദേവി മഹാത്മ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ 11-ാം അധ്യായം അർത്ഥമറിഞ്ഞ് ജപിച്ചു കഴിഞ്ഞാലുള്ള ഗുണത്തെക്കുറിച്ചും മറ്റൊക്കെയാണ്. അർത്ഥമറിയാതെ സ്തോത്രം ചൊല്ലുന്നവന് ഉത്തരം താങ്ങുന്ന തൂണിൻ്റെ സ്ഥാനമേ ഉള്ളൂ എന്നാണ് ആചാര്യവചനം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശങ്കരാചാര്യർ. ആചാര്യന്മാർ നമുക്ക് പലരുണ്ടെങ്കിലും ഭാരതത്തിന് മൊത്തം ആചാര്യന്മാരായിട്ട് അനാദികാലം മുതലേ കണക്കാക്കി വരുന്നത് ശങ്കരാചാര്യരാണ്. കുറച്ച് ജാതി ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പോലും, എങ്കിലും മഹാപണ്ഡിതനായിരുന്നു. വേദാന്തം അത് കലക്കി കുടിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ദർശനങ്ങൾ, അതാണ് ഒരു ആചാര്യൻ്റെ ലക്ഷണമാണ്. അതൊക്കെ കോളുണ്ട്. ഹലോ ഹലോ ഹലോ. എന്തോ ശബ്ദം കേൾക്കുന്നില്ല, നിങ്ങൾ ഒച്ചത്തിൽ പറയൂ. 1971 ജൂലൈ 30. സമയം പറയൂ. സമയം ശുക്രവാരം ഉദിച്ചു എന്നാ കാണുന്ന, വേറെ കാണുന്നില്ല. ശുക്രവാരം ഉദിച്ചു കഴിഞ്ഞാൽ എത്രയുണ്ട്? അത് ശുക്രവാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉദിച്ചു കഴിഞ്ഞാൽ എത്രയോ നേരം ഉണ്ടല്ലോ. അതിപ്പോൾ ഏത് നേരമെന്ന് വെച്ചിട്ടാണ്? ആരുടേതാ? നിങ്ങളെ തന്നെയാണോ? സമയം അതിനകത്ത് ഇല്ലേ? ശുക്രവാരം ഉദിച്ച് അതിന്റെ അപ്പുറം എന്താണ് വായിക്കാൻ കഴിയുന്നില്ലേ? കാണുന്നില്ല. അരാന്നെല്ലാം കാണുന്നുണ്ട്. അരാന്നെല്ലാം കാണുന്നുണ്ട്, ശരിക്കും മനസ്സിലാകുന്നില്ല. അത് പിന്നെ ആരെങ്കിലും കാണിച്ചിട്ട് വേണ്ടേ വിളിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? 52 വയസ്സായി. ചോദ്യ നക്ഷത്രമാണോ? വേറെ ഇപ്പം ഒന്നും പറഞ്ഞു തരാനാവില്ല. ഇപ്പം ബുധൻ്റെ ദശയാണ് നടക്കുന്നത്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് ആ സമയം കിട്ടാതെ ഒന്നും പറയാൻ പറ്റില്ല. അതാരൊക്കെ ഉണ്ടെങ്കിലും സമയം നോക്കിച്ചിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കൂ. അല്ലാതെ ഒന്നും പറഞ്ഞു തരാനാവില്ല. സമയത്തിനാണ് ജ്യോതിഷത്തിൽ പ്രാധാന്യം. നിങ്ങൾ ലഗ്നം നിർണ്ണയിക്കണം. ലഗ്നം നിർണ്ണയിക്കണമെങ്കിൽ നിങ്ങളുടെ സമയം ഉണ്ടായിരിക്കണം. അല്ലാതെ പറഞ്ഞാലൊന്നും എവിടെയും എത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് ആരെക്കൊണ്ടെങ്കിലും സമയം അത് നോക്കിയാൽ നിങ്ങൾക്ക് എത്രയായാലും ശുക്രവാരം ഉദിച്ചു എന്ന് അവിടം വരെ കണ്ടല്ലോ. അതിൻ്റെ അപ്പുറമുള്ള വായിക്കാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ചിട്ട് നിങ്ങൾ പിന്നെ വിളിക്കൂ കേട്ടോ. ശരി. ജ്യോതിഷത്തിൽ സമയത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഡേറ്റും സമയവും ഇല്ലാത്തവർ വെറുതെ വിളിച്ചിട്ട് മറ്റുള്ളവരുടെ സമയവും കൂടി നഷ്ടപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ സിസ്റ്റത്തിൽ കൊടുത്തിട്ടാണ് പറയുന്നത്. അതല്ലാതെ എനിക്ക് വായി തോന്നി പറയുന്നതാണെങ്കിൽ പിന്നെ വിഷയമില്ലല്ലോ. അങ്ങനെ പറയുന്നത് വഞ്ചനയാണല്ലോ. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങ് പറയും, അവർക്ക് മനസ്സിൽ തോന്നിയത്. അതുമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിനൊരു ബന്ധവും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണല്ലോ ഈ കസേരയിൽ 14-ാമത്തെ കൊല്ലം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനേതായാലും അത്തരം ചതിക്കും വഞ്ചനക്കൊന്നും തയ്യാറില്ല. നിങ്ങളും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹലോ 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 പറയൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കല്യാശ്ശേരി. പറഞ്ഞോളൂ സാർ.
എന്റെ പേര് ദീപിതാണ്. ടൈം ഡേറ്റ് ഓഫ് ബർത്ത് 19/10/1988. 19/10/1988. അതെ, സമയം രാത്രി 10:30. ആരുടേതാണിത്? ഹലോ, ഇത് എന്റേതാണ് സർ. എന്താ കുറച്ച് ശബ്ദമെല്ലാം കനത്തിട്ടുണ്ടല്ലോ. അത്ര ചെറുപ്പക്കാരനായിട്ടും 30-35 വയസ്സായിട്ടുള്ളൂ. ഇല്ല, കുറച്ച് ചെറുപ്പക്കാരനാണ്. 34 വയസ്സ്, അതന്നെ 35 വയസ്സ്. അത് മനസ്സിലായി. എന്നിട്ട് പക്ഷെ ഈ ശബ്ദം കേൾക്കുന്നത് ഒരു 50-കാരൻ്റെ കനത്ത് അല്ല, എല്ലാരും മഴ അതൊക്കെ കൊണ്ട് അങ്ങനെ ശബ്ദം കനത്ത് അങ്ങനെയല്ല, ജന്മനാ കുറച്ച് കനത്ത ശബ്ദമായിരിക്കും നിങ്ങളുടെ ഈ. അത് കുഴപ്പമൊന്നുമില്ല, അതിനെ കൊണ്ടെന്താ കുഴപ്പം? ഇവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞു. നല്ല നിലയിൽ പോകുന്നില്ലേ? നല്ല നിലയിൽ പോകുന്നുണ്ട്. ഭക്തയായ സ്ത്രീയാണോ? ഭക്തയായ സ്ത്രീയാണ്. അപ്പൊ പിന്നെ അതിവിടെ കാണുന്നു, അതുകൊണ്ടാ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ കുഴപ്പമായി പോയിരുന്നു. അതെ. 7ാം ഭാവത്തിൽ ശനി നിന്നാൽ അലോസരം വരുമെന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ. പക്ഷെ 7ാം ഭാവാധിപൻ വ്യാഴമാണ്. അപ്പോൾ വ്യാഴമായി കഴിഞ്ഞാൽ എന്താണ്, ഭക്തിയുള്ള പെൺകുട്ടി ആയിരിക്കുമെന്നുണ്ട്. അതായത് ആരാണോ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ഒറിജിനലായിട്ട് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പരദ്രോഹ ചിന്തയുണ്ടാവില്ല. അപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും കാരുണ്യമൊക്കെ അവരിൽ ഉണ്ടാവും. അപ്പോൾ അതാണല്ലോ ഒരു പങ്കാളികൾ തമ്മിൽ ബന്ധം ദൃഢമാവുന്നതിൻ്റെ പിന്നിൽ ഈ അലിവും കാരുണ്യത്തിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ പരസ്പരം സഹകരിക്കുകയും പിന്നെ കെയർ ചെയ്യുകയും അങ്ങനെയൊക്കെ ഇതാവുമ്പോൾ ആണല്ലോ ബന്ധം അങ്ങനെ ഊഷ്മളമാവുകയും വർഷങ്ങളോളം അത് തുടരുകയും ചെയ്യുക. അതുകൊണ്ടാണല്ലോ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ഈ ഭക്തിയുള്ള ഇതായതുകൊണ്ടാണ് 7ാം ഭാവത്തിൽ ശനി നിന്നിട്ട് ആ ബന്ധത്തെ കലക്കാൻ നോക്കുമ്പോഴും ഒന്നും നടക്കുന്നില്ല. ശനിയുടെ പണിയൊന്നും നടക്കുന്നില്ല. നിങ്ങൾ തൃപ്തനാണ്, അത് വളരെ നല്ല കാര്യം തന്നെ. ഇനി വേറെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നടക്കുന്നത് വ്യാഴദശയിൽ ബുധൻ്റെ അപഹാരമാണ്. ഇത് പൊതുവേ ഈ ബുധൻ ബലവാനായിട്ട് ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതിയും വരേണ്ട ഒരു സമയമാണിത്. അങ്ങനെ വന്നിട്ടുണ്ടോ? അത് നിങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആക്ച്വലി ജസ്റ്റ് ഒരു തുടക്കം. ഇപ്പൊ ഒരു പെട്ടെന്നൊരു മാറ്റം, പുതിയൊരു ജോലി ഇപ്പൊ കിട്ടി. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ ഉള്ള ജോലി ഒന്ന് കുറച്ചും കൂടി നല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്ചമുള്ള ഒരു ജോലി കിട്ടി. അപ്പോ അതിന്റെ ഒരു ആ ഒരു പുരോഗതി വരുന്നു വിചാരിക്കുന്നു. ഇപ്പൊ കുറച്ചുകൂടി അത് 100% ആയിട്ട് വരും. അതിനെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ ശങ്കാചിത്തനാവണ്ട. അത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഞാനല്ലേ പറയുന്നത്. ഈ 10ാം മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, ഒക്ടോബറിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ദേവി കാണിച്ചു തരും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നേട്ടം നിങ്ങൾക്കുണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാതകത്തിൽ ബുധൻ അത്രമാത്രം ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ജാതകമാണ്. ബുധൻ നിങ്ങൾക്ക് പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു ഇത് മറ്റൊരു വകുപ്പ് പറയുമ്പോൾ ഈ ബുധൻ്റെ ദശ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ ആവുമ്പോഴേക്കും നിങ്ങൾ വയസ്സനായി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പം ഏതാണ്ട് ഒരു 60 വയസ്സിന് മേലോട്ടാണ് ദശ അനുഭവിക്കാൻ കഴിയുള്ളൂ. ആയുസ് നല്ലോണം ഉള്ളവനാണ്. അപ്പോൾ ദശ അനുഭവിക്കും. അപ്പോൾ ദശ അനുഭവിക്കുമ്പോഴും പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ കർമ്മ മേഖലയിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളോട്ട് വലിയാനുള്ള സാധ്യതയുണ്ടല്ലോ. 1952 എന്ന് പറയുമ്പോൾ ഇനിയും 28 വർഷം കഴിഞ്ഞിട്ടാണ് ദശ അനുഭവിക്കുക. 28 വർഷം എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും 66 വയസ്സായിട്ട് നിങ്ങളാ കൂടിയിട്ട് അത് പിന്നീട് ഇപ്പോഴത്തെ കാലത്തൊന്നും പറഞ്ഞുകൂടാ. 73 വയസ്സുള്ള മമ്മൂട്ടിയല്ലേ 1ാം നമ്പർ നായകൻ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ് ഇപ്പോൾ. അങ്ങനെ വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പം ആണുങ്ങൾക്ക് വേറൊരു വർത്തമാനം പറയുന്നത് യൗവനം ഇപ്പം തീരുന്നത് യുവത്വം എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ യുവത്വം നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് 60 വയസ്സിൽ വൃദ്ധനായിപ്പോയി. അതിപ്പം പെൻഷൻ പറ്റുന്ന മാഷയും മറ്റേ അല്ലെങ്കിൽ പോലീസുകാരനൊക്കെ നോക്കൂ, ചെറിയ ചുള്ളനെ പോലെയല്ലേ. അപ്പോൾ 56 വയസ്സ് ഒന്നുമല്ല. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വലിയ നഷ്ടമാണ്. അത്ര എനർജിയുള്ള മനുഷ്യനെയാണ് വലിയ പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തുന്നത്. വലിയ സങ്കടം തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കിങ്ങനെ ഏറ്റവും മഹത്തായ ദശ അനുഭവിക്കാനുള്ളത് ഇങ്ങനെ പിന്നെ വയസ്സുകാലത്തായിപ്പോയി എന്നുള്ള പിന്നെ വയസ്സ്
എന്ന് വെച്ചാൽ നമ്മളെ കണക്കും പ്രകാരം 65 ശേഷമായി പോയി. അതുകൊണ്ട് പക്ഷേ ഇപ്പം അപഹാരങ്ങൾ നിങ്ങൾക്ക് ഓരോ തവണ കിട്ടുമ്പോൾ, ഇപ്പം വ്യാഴത്തിൻ്റെ അകത്ത് പിന്നെ ബുധൻ്റെ അപഹാരമാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് ഗുണം വരും. അതേപോലെ ഇനി ശനിയിൽ ബുധൻ്റെ അപഹാരം വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ഉയർച്ച വരും. ശനിദശ നിങ്ങൾക്കുണ്ടല്ലോ, ആ ശനിദശയിൽ ബുധൻ്റെ അപഹാരഘട്ടത്തിലും അന്നേരം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ എൻ്റെ വാക്ക്, ആ സമയത്തും നിങ്ങൾക്ക് ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും. അത് ജാതകത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു ഗ്രഹം, ഏത് ഗ്രഹമാണോ ജാതകത്തിൽ ഏറ്റവും ബലവാനായി നിൽക്കുന്നത്, അവൻ്റെ ദശാകാലത്തും അപഹാരകാലത്തും മറ്റൊക്കെ മനുഷ്യന് നന്മ ചെയ്യുമെന്നാണ്. ഇവിടെ ലഗ്നാധിപനായിട്ട് കന്നി രാശിയിൽ ഉച്ചത്തിൽ നിന്നിട്ട് മിഥുനൻ രാശിയിൽ അംശകിച്ചിരിക്കുന്ന ബുധൻ അതീവ ബലവാനാണ്. ആ ബുധൻ നിങ്ങളെ നിശ്ചയമായിട്ടും അവൻ്റെ പീരീഡിൽ അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഉയർച്ച വന്നിട്ടുണ്ട്. ആ ഉയർച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബോധ്യപ്പെടും. പിന്നെ അതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഏറെ ശനിയുടെ ഒരു ദോഷമുണ്ട്. അതിനി ഒരു കൊല്ലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. അതിന് പരിഹാരം ചെയ്യുന്നതും നല്ലതായിരിക്കും. അതായത് ഒരു ഭാഗത്ത് ബുധൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഏറെ ശനിയുടെ ദോഷം തീരാൻ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതിനു വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത്തരം വിശ്വാസമുള്ളവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് നേരിട്ട് വരിക. ഓക്കെ ദൈവം രക്ഷിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പിന്നെ എന്താണ്, ആചാര്യൻ അദ്വൈതമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ച ഏറ്റവും, ദ്വൈതമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മം. ആ ഒരു സിദ്ധാന്തത്തെ പിന്നെ ഭാരതത്തിലുടനീളം അതിനു വേണ്ടി 4 മഠങ്ങൾ സ്ഥാപിച്ചു. ഇന്നും ഭാരതത്തിലുള്ള ഈ 4 മഠങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വളരെ അധികമാണെന്ന് മനസ്സിലാക്കണം. ഈ മഠത്തിൻ്റെ അധിപന്മാർ പറയുന്ന വാക്കുകളാണ് അപ്രമാദിത്വം. ശങ്കരാചാര്യർ അന്ന് പുരിയിലും ദ്വാരകയിലും അങ്ങനെ 4 മഠങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ച 4 മഠങ്ങൾ. ആ മഠങ്ങളിലുള്ള പിന്നെ ആചാര്യന്മാർ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട, അതിന് ഓരോന്നിനും ഓരോ ആചാര്യനും ഓരോരോ തത്വമസി, അയമാത്മാ ബ്രഹ്മാഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ പിന്നെ വേദത്തിലുള്ള മഹത് വാക്യങ്ങൾ ഓരോ മഠത്തിനും ഓരോന്നാണ്. അപ്പോൾ അവരുടെ പേരുകൾക്കും ഭാരതി മറ്റേ അങ്ങനെ പലതരത്തിലുള്ള പേരുകളും അവർക്ക് വ്യത്യാസമായിരിക്കും. ഇതൊക്കെ ശങ്കരാചാര്യരുടെ 32 വയസ്സിലടക്ക് ആയുസ് വളരെ തുച്ഛമായിരുന്നു. അത്തരത്തിലുള്ള മനുഷ്യന്മാർക്കത് വിവേകാനന്ദനായാലും 39, അങ്ങനെ ആയുസ് കുറവായിരിക്കും. അത്തരം ബാലസന്യാസം വന്നാൽ അങ്ങനെ ഒരു ഫലമുണ്ട്. അത് പിന്നെ ശങ്കരാചാര്യർക്കും അങ്ങനെ തന്നെ. ഈ 32 വയസ്സാകുമ്പോഴേക്കും ഇതൊക്കെ അദ്ദേഹം ഈ കർമ്മങ്ങളൊക്കെ തീർത്തു എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ അത്ഭുതം. നമ്മളെ ചിന്തക്കപ്പുറമായ കാര്യമാണ്. ഒന്നാമത് അന്ന് വാഹന സൗകര്യമില്ല. എന്നിട്ടും ഇതെങ്ങനെ കാശ്മീരിലൊക്കെ എത്തി എന്നുള്ള അതിനെക്കുറിച്ച് പറയുന്നത് ആകാശ ഗമനശക്തി ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം നമ്മളിതിപ്പോൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക, വെറും വിഡ്ഢിത്തരം പറയുന്നു എന്ന് ആരും ചിന്തിക്കും. അതിപ്പം സയൻറ്റിഫിക് ടെമ്പറിൻ്റെ വിഷയമാണ്. പക്ഷെ ഇങ്ങനെ ഒരു കേൾക്കുന്നു അദ്ദേഹം അത് നമുക്കും ചിന്തിച്ചാൽ ഏതാണ്ട് മനസ്സിലാവും എങ്ങനെയാണ് നടന്നു പോയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയുക. ഇനി ഭയങ്കര നടത്തക്കാരനാണെന്ന് കൂട്ടിക്കോ, എന്നാലും എങ്ങനെയാണ് അങ്ങനെ പിന്നെ കാശ്മീരിലേക്കും മറ്റേതേക്കും മറിച്ചതിലേക്കും ഒക്കെ ഇങ്ങനെ, അവിടെയാണല്ലോ സർവജ്ഞ പീഠം കയറിയത്, കാശ്മീരിൻ്റെ അപ്പുറം. ഇപ്പം അത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പാക്കധീന കാശ്മീരിലാണ് ഈ സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്നത്. പലരും ഇങ്ങനെ നമ്മളെ മൂകാംബികയിലെ കൊടജാദ്രിയിലാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മൂകാംബികയിലെ കൊടജാദ്രിയിൽ ശങ്കരപീഠമുണ്ട്, സത്യമാണ്. അത് ശങ്കരപീഠമാണ്, അത് സർവജ്ഞപീഠമല്ല. എത്രയോ തവണ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇപ്പം ഓരോ ആൾ ഫേസ്ബുക്കിൽ എഴുതി വിടുന്ന കാണാം സർവജ്ഞപീഠം. അതിൻ്റെ അടിയിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം താഴെ ചിത്രമൂല ഗുഹയിലാണ് അദ്ദേഹം തപസ് ഇരുന്നത് എന്ന് പറയപ്പെടുന്നു. അവിടെ ഒരു പ്രത്യേകതയുള്ളത് വറ്റാത്ത ഉറവ
ഞാനവിടെ 5-8 പ്രാവശ്യം പോയി. ഇപ്പം അങ്ങോട്ട് വിടുന്നില്ല ആളെ. ശിവരാത്രി ദിവസം മാത്രമേ വിടുള്ളൂ. ആർക്കെങ്കിലും ആ ഉറവ കാണണമെന്നുണ്ടെങ്കിൽ, ആ ചിത്രമൂല ആ ഗുഹ കാണണമെങ്കിൽ ഈ ശിവരാത്രി നാളിൽ പോകണം. ഒരുമാതിരി ടൂറിസ്റ്റുകൾ പോയിട്ട് അവിടെ കുപ്പിയൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ദേവസ്വം അല്ലെങ്കിൽ ഗവൺമെൻറ്, അത് കർണാടക ഗവൺമെൻറ് അത് അടച്ചത്. എല്ലാം നമ്മളെ ആൾക്കാർ തന്നെയാണ്. ചിത്രമൂലയിൽ പോയിട്ട് അടിക്കേണ്ട സാധനമാണോ? ഈ കുപ്പി അടിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലേ? ഓരോരുത്തൻ്റെ ശങ്കരാചാര്യർ തപസ് ചെയ്ത് ചിത്രമൂല ഗുഹയിൽ പോയിട്ട് കുപ്പി പൊട്ടിച്ചിട്ട് അടിക്കുക, നല്ല തീർത്ഥത്തിൽ കൂട്ടിയിട്ട്. പിന്നെ സർക്കാർ എന്ത് ചെയ്യും? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്തന്മാരായ ആൾക്കാർക്ക് വലിയ കഷ്ടപ്പാടായി. എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഒരു അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസർ. ഇതായിരുന്നു സംഭവം, ഇതുകൊണ്ടാണ് നമ്മൾ അടച്ചതെന്ന്. ഒരു കോളുണ്ട്. ഹലോ 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 പറയട്ടെ. എന്തോ ശബ്ദം കുറച്ച് കുറവുണ്ട്, അതൊന്ന് ഒച്ചത്ത് പറയൂ. 25/6/1987. 25/6/1987. സമയം 5 മണി പുലർച്ചെ. മകയിര നക്ഷത്രം. അതെ. ആരുടേതാണ്? എന്റെ തന്നെയാണ്. എന്താണ് അറിയേണ്ട വിഷയം? ജോലിയുടെ പ്രൊമോഷനും കല്യാണക്കാര്യമെല്ലാം അറിയാൻ വേണ്ടിട്ട്. കല്യാണം നടന്നില്ലേ? നടന്നു, അത് ഒഴിവായിരുന്നു. അത് ഒഴിവായോ? ഹലോ, ഒഴിവായി. വീണ്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളോട് പറഞ്ഞതിൻ്റെ വാക്ക് തന്നെയാണ് നിങ്ങളോടും പറയാനുണ്ട്. 7ാം ഭാവത്തിൽ ശനിയാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് 2 കല്യാണം. മറ്റേയാൾക്ക് 7ാം ഭാവാധിപൻ വ്യാഴമായതുകൊണ്ട് രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടില്ല. ശനിയുടെ എല്ലാ സ്വഭാവവും വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരിക്കും പങ്കാളി എന്നാണ്. അപ്പോൾ ഏതായാലും പിരിയേണ്ടി വരും. അത് നിങ്ങളുടെ വിധിയാണ്. വീണ്ടും കല്യാണം നടക്കും, യാതൊരു സംശയവുമില്ല. അതിന് 25 1-ാം മാസം കഴിയട്ടെ, അല്ലാതെ അതിന് മുമ്പേ വന്നാലും നടത്താൻ പാടില്ല. 25 1-ാം മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. ജനുവരി, അടുത്ത കൊല്ലം ജനുവരി. കല്യാണത്തിൻ്റെ കാര്യം അങ്ങനെ ഇപ്പം ജോലി ഇപ്പം ചെയ്യുന്നില്ലേ? അത് ഗവൺമെൻറ് ജോലി തന്നെയല്ലേ? അതെ അതെ. പിന്നെ എന്താണ് അതിൻ്റെ അകത്ത്? എന്ത് ജോലിയാണ്? കൃഷി വകുപ്പിലാണ്. കൃഷി വകുപ്പിലാണ്. പ്രൊമോഷന്റെ എല്ലാ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ. പ്രൊമോഷൻ നിങ്ങൾക്ക് ന്യായമായ പ്രൊമോഷൻ, നിങ്ങൾക്ക് നല്ല കാലം വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഇനിയും അങ്ങോട്ടേക്ക് ഈ നല്ല കാലം വരാനുണ്ട്. അത് ഏതാണ്ട് 40 വയസ്സോടു കൂടിയാണ് നല്ല കാലം വരുന്നത്. ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും വലിയ ഉയർച്ചയിൽ പ്രൊമോഷനൊക്കെ ആ സമയത്താണ് കിട്ടുക. അതിന് മുമ്പേ ശ്രമിച്ചു നോക്കൂ, അതിന് കുഴപ്പമില്ല. പിന്നെ ഏത് കാര്യത്തിലും അമിതമായ ടെൻഷൻ അടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്, അതാണ് വലിയ വിഷയം. അപ്പോൾ അതിനെ ദേവീ ആരാധന കൊണ്ട് അതിനെ മറികടക്കാൻ നോക്കണം. ഒരു സമ്മർദ്ദം അമിതമായിട്ടുണ്ടാവും, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഉത്കണ്ഠ നമ്മളെ അധികമായി കഴിഞ്ഞാൽ, പണ്ടാരോ പറഞ്ഞ പോലെ ആദിക്ക് മരുന്നില്ല എന്നാ, വ്യാധിക്ക് മാത്രമേ മരുന്നുള്ളൂ. അപ്പോൾ ആദി പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവുമെന്നാണ്. അതുകൊണ്ട് തന്നെ ദേവീ ആരാധനയിലൂടെ മാത്രമേ അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം ശനിയുടെ ദോഷം നിങ്ങളെ വാദത്തിലേക്ക് നയിക്കാനുള്ള സൂചനയുണ്ട്. സന്ധികൾക്ക് വേദനയുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് അങ്ങനെ ഒരു ചെറിയ സൂചന ഇവിടെ കാണുന്നുണ്ട്. ജോയിൻറ്റിനൊക്കെ പെയിൻ അനുഭവപ്പെടുക എന്നുള്ളത്. അപ്പോൾ അത് ശനിദശയിലാണത് കൂടുതലായിട്ട് അനുഭവപ്പെടുക. അപ്പോൾ അതിനു മുമ്പേ തന്നെ പിന്നെ ശനിയുടെ ദോഷങ്ങൾക്ക് വേണ്ട ശമനത്തിന് വേണ്ടി, അതാണ് നിങ്ങളെ ദാമ്പത്യ ജീവിതം പിന്നെ കുഴപ്പത്തിലാക്കിയ ശനി. ആ ശനി നിങ്ങളെ ആരോഗ്യത്തിനെയും കുഴപ്പത്തിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്.
അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എന്നിട്ട് ആ പരിഹാരങ്ങൾ ചെയ്യുക. അത് ഇപ്പറഞ്ഞ പോലെ തൊഴിൽപരമായ ഉയർച്ചക്കും അത് ഗുണകരമായി വന്നേക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, അതുകൊണ്ട് നിങ്ങളത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഒരു ഭാഗത്ത് മാത്രം ചിന്ത പോകരുത്, എല്ലാ ഭാഗവും ചിന്തിക്കണം. നമുക്ക് ഏതെങ്കിലും നമുക്ക് അജ്ഞാതമായ ഒരു കാര്യമാണ് മറ്റേയാൾ പറയുന്നതെങ്കിലും അയാളെ ഒന്ന് അനുസരിച്ച് കളയാം, എന്താണ് അതിൻ്റെ സംഭവം നോക്കിക്കളയാം എന്ന് ചിന്തിക്കാനുള്ള വിശാല മനസ്കത വേണം. എല്ലാം ഞാൻ ചിന്തിക്കുന്നത് മാത്രമേ മതി, അത് മാത്രം ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ഈ ഇടവലഗ്നത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവരുടെ കാഴ്ചപ്പാട് മാത്രം അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മിത്രങ്ങളും ശത്രുക്കളും ഉണ്ടാവുമെന്നാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മിത്രങ്ങളും ഉണ്ടാവും, അതേസമയം ശത്രുക്കളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് സ്വന്തം തീരുമാനമാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ വാക്ക് കണക്കിലെടുക്കണമെന്നില്ല, പക്ഷെ കുറച്ചൊന്ന് കണക്കിലെടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, ശരി. അപ്പോൾ അത് ആലോചിച്ച് ചെയ്യൂ, എന്നിട്ട് എന്നെ വിളിക്കൂ. ഏതായാലും ദൈവാനുഗ്രഹമുള്ള ജാതകമാണ്. നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങൾക്ക് പിന്നീട് ശരിയായി കിട്ടും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ആചാര്യൻ അങ്ങനെ ശങ്കരാചാര്യർ ഈ ചിത്രമൂലാവുഹിയിൽ തപസ്സിരുന്നു എന്ന് പറയുന്നു. ഈ ഭാരതത്തിലുടനീളം സഞ്ചരിച്ചിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും പൂജാകർമ്മങ്ങൾ അതിൻ്റെ വിധിയാമ്പണ്ണം നമ്മുടെ ഗുരുവായൂർ മുതൽ കൊട്ടിയൂർ മുതൽ എല്ലാം ആചാര്യസ്വാമികളാണ് ക്രോഡീകരിച്ചത് എന്ന് പറയുന്നു. ശങ്കരാചാര്യരുടെ ഗുരുവായൂരെ തൃപ്പുകയടക്കം അവസാനം ഓലവായന, ഭഗവാനെ അന്നത്തെ വരവ് ചെലവ് കണക്കപ്പിള്ള വായിച്ച് കേൾപ്പിക്കുന്ന ചടങ്ങടക്കം, അതൊക്കെ ഇപ്പം ഒരു ചടങ്ങ് എന്നുള്ള രൂപത്തിൽ നടത്തുക എന്നല്ലാതെ വേറെ ഇപ്പം അത്രമാത്രം കോടിക്കണക്കിന് വരുമാനമൊക്കെ ഉള്ള ക്ഷേത്രത്തിൽ അതൊന്നുമില്ല. പക്ഷെ ആ ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാം നടയടക്കാൻ നോക്കുമ്പോഴാണ് ഇന്ന് ഇത്ര ഉറുപ്പിയാണ് ഭഗവാനെ വരുമാനം, ഇത്രയാണ് ചെലവ്, ഇതൊക്കെ ഭഗവാനെ കേൾപ്പിക്കണമെന്നാണ്. അപ്പോൾ അത്രമാത്രം അതൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷാൽ ആചാര്യസ്വാമിയാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പിന്നെ ഇവരുടെ ഈ ആചാര്യന്മാർ, അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർക്ക് ഏത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയുള്ള മേൽശാന്തി പുറത്തിറങ്ങി നിൽക്കണമെന്നുള്ള ഒരു തത്വവുമുണ്ട്. അതായത് ഇപ്പം മൂകാംബികയിലടക്കം ശങ്കരാചാര്യർ വന്നു കഴിഞ്ഞാൽ നേരെ അകത്തേക്കാണ് പോവുക, ശ്രീകോവിലിൻ്റെ അകത്ത്. അതാണ് ശ്രീകോവിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. മാത്രമല്ല മൂകാംബികയിൽ കല്യാണം കഴിക്കാത്തവർ ദേവിയുടെ വിഗ്രഹം തൊടാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ പൂജാരികൾ കല്യാണം കഴിച്ചവരായിരിക്കണം. അമ്മയുടെ ശാന്തിയാവട്ടെ തന്ത്രിയാവട്ടെ കല്യാണം കഴിച്ചവനായിരിക്കണം. ആ കല്യാണം കഴിക്കാത്തവരാണ് ആര്? ശങ്കരാചാര്യന്മാർ. അവർ ബ്രഹ്മചാരികളാണ്. ആ ശൃംഗേരി സ്വാമിയൊക്കെ അവിടെ എപ്പോഴും വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരികർമ്മിയുടെ രൂപത്തിലുമാണ് തന്ത്രി പോലും പെരുമാറുക. ഈ ആചാര്യന് മന്ത്രം വേറെയാണ്. ദേവിയുടെ മൂലമന്ത്രം ഉണ്ട്. എനിക്ക് ആ മൂലമന്ത്രം കിട്ടിയ ആളാണ്. ആ മൂലമന്ത്രം അത് ആർക്കും കിട്ടില്ല. അങ്ങനെ എൻ്റെ എന്തോ ഒരു മുജ്ജന്മ ഗുണം ആ മന്ത്രം എനിക്ക് കിട്ടി. അതിൽ കിട്ടേണ്ട ആളെടുത്ത് തന്നെ കിട്ടണമെന്നാണ്. അങ്ങനെ വല്ല വഴിയെ പോകുന്നവൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചില ആളുകൾ ഇങ്ങനെ മൂലമന്ത്രമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ കാണാം. അതൊന്നും യാതൊരു അർത്ഥമില്ല. അത് പണ്ടേ ഇങ്ങനെ ശബരിമല അയ്യപ്പൻ്റെ മൂലമന്ത്രമാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, ഗുരുവായൂരപ്പൻ്റെ മന്ത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വിടുന്ന ആളുണ്ട്. ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അത് കറക്റ്റാണ്. പിന്നെന്താ, ഫേസ്ബുക്ക് കണ്ടതല്ലേ, വാട്സാപ്പ് കണ്ടതല്ലേ, അത് കറക്റ്റാണ്.
ഉടനെ ചൊല്ലാനങ്ങ് തുടങ്ങുകയാണ്. ആരോടൊക്കെ ചോദിക്കുന്നുണ്ടോ എന്താണ് കഥ, ഈ മൂലമന്ത്രമൊക്കെ അങ്ങനെ ഇത് കിട്ടുമോ? വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ല, അങ്ങനെ ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ അത് ശരി തന്നെയാണെന്ന് വിചാരിക്കുക, അന്ന് അപ്പോഴും അങ്ങനെ ചൊല്ലാൻ പാടില്ലല്ലോ. അത് ഗുരുപദേശപ്രകാരം കിട്ടേണ്ടതല്ലേ, അല്ലാതെ വെറുതെ മന്ത്രം ചൊല്ലുകയാണോ? അങ്ങനെ ചൊല്ലുന്ന എത്രയോ ആൾ കുഴപ്പത്തിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം വേറൊരു പരിപാടിയുണ്ട്, മൂലമന്ത്രം പിന്നെ ഫോണിലൂടെ പഠിപ്പിക്കുന്ന പരിപാടി. അതായത് 10,000 കൊടുത്താൽ ഭയങ്കര മഹാഷോഡശി, 20,000 കൊടുത്താൽ അതിൻ്റെ അപ്പുറത്തെ, ഇങ്ങനെ മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും റെഡിയാണ്, ആചാര്യനും റെഡിയാണ്. നിങ്ങൾ പണം മാത്രം ഗൂഗിൾ പേ ചെയ്താൽ മതി. അത്തരം ആചാര്യനും തന്നെ പാപിയായിരിക്കും. അത്തരം ആചാര്യന്മാർ, ഞാൻ മൂകാംബിക അല്ല ഈ ദുബായി പോയിട്ട് പോലും മന്ത്രം കൊടുത്തിട്ടുണ്ട്. അന്നേരവും ഞാനെന്താണ് പറഞ്ഞത്, നിങ്ങൾ വിളക്കിൻ്റെ സൗകര്യമില്ല ഇവിടെ, അതുകൊണ്ട് വിളക്കെടുത്ത് വരണം. 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാൻ മന്ത്രം കൊടുക്കുന്നത്. വിളക്കും തിരിയും നെയ്യും എടുത്ത് അവർ വന്നു. എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഞാൻ അവർക്ക് വലത്തെ ചെവിയിൽ മന്ത്രം കൊടുത്തു. എന്നോട് വളരെ കാര്യമുള്ളൊരു 5-8 പേർക്ക് പലതവണയായിട്ട് ദുബായിൽ വെച്ചിട്ട്. അപ്പം ഹോട്ടലിൻ്റെ മാനേജർ എന്നോട് ചോദിച്ചു, ഇതെന്താ വിളക്കൊക്കെ കത്തിക്കുന്നത്, നമ്മളെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നിയമപ്രകാരം അതൊന്നും പാടില്ല, അഗ്നിയൊന്നും തെളിയിക്കരുത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ലേശ ഉപാസകനാണ്. അപ്പോൾ അയാൾ മലയാളി, കൊല്ലംകാരൻ. അയാൾ ഇങ്ങനെ ജീനിട്ട് നടക്കുന്ന ഉപാസകനെ ഞാൻ ആദ്യം കാണുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേഷത്തിലല്ല കാര്യം, അത് ദേവിയെ ആരാധിക്കുന്ന പോലെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഏതായാലും ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 13/4/1999. സമയം രാവിലെ 6:20. ചതയം നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം? വീട് ഇല്ല, വീട് വേണം, പിന്നെ കല്യാണം. ഇതിപ്പോ ആരുടേതാണ്? ചേച്ചിയുടെ മോന്റെയാണ്. ചേച്ചിയുടെ മോൻ്റെതാണ്. അത്ര വലിയ 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അത്ര വലിയ അല്ല, അവർക്ക് വീടില്ല, വാടക നിൽക്കുന്നു. ഓ ശരി. ഏതായാലും ഇപ്പോൾ പിന്നെ ശനിദശയിൽ ബുധൻ്റെ അപഹാരമാണ്. പക്ഷേ ബുധൻ നീചത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ പറ്റില്ല. ഭവനം നിർമ്മാണം ഒരു 4 വർഷം കൂടി അങ്ങോട്ട് തള്ളുമെന്നാണ് കാണുന്നത്. പിന്നെ അത് ഇയാളുടെ ബലമാണ്. ഇയാളുടെ ശനിദശ, നീചത്തിലുള്ള ശനിദശ, ദുരിതപതിയായ ശനി, ഇയാളുടെ ജാതകം വെച്ചിട്ട് പോരാ. പിന്നെ ഇത് അയാളുടെ അമ്മയുടെ ആണ് ആ വീടിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഏച്ചിയുടെ ജാതകം നിങ്ങൾ അടുത്ത തവണ വിളിക്കുക, അപ്പോൾ അന്നേരം പറഞ്ഞു തരാം വീട്ടിൻ്റെ കാര്യം. പിന്നെ ഇയാളെ കല്യാണത്തിൻ്റെ കാര്യം, ഇയാളിപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ച് കാണുമെന്നാണ് ഇവിടെ കാണുന്നത്. അത് തന്നെ കല്യാണത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അത് തേച്ചു പോകുന്ന പെണ്ണൊന്നും അല്ല, കുറച്ച് തേപ്പൊന്നും ഇയാൾക്ക് ബാധിക്കില്ല. ഓ അത് നടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ ഇയാൾക്ക് കല്യാണം ഉള്ളൂ എന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ആ പെണ്ണുമായിട്ട് കുറച്ച് അറിവുള്ള പെണ്ണാണ്. നല്ല അടുപ്പമാണ് ഇപ്പം തന്നെ, നല്ല അടുപ്പമാണ് ഇവർ തമ്മിൽ. അപ്പോൾ അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരും. അത് പിന്നെ ഇപ്പം വീടിൻ്റെ വിഷയമാണ് മുമ്പിലുള്ളത്. അത് അമ്മയുടെ ജാതകം വെച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാലൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ അമ്മയോട് ജാതകം എടുത്ത് നേരിട്ട് നിങ്ങൾക്ക് വരാം. അത് പിന്നെ ഇയാളുടെ ശനിയുടെ ദോഷം കൊണ്ട് ഇയാൾക്ക് ജോലി സംബന്ധമായിട്ടൊന്നും വേണ്ടത്ര ഉയർച്ച വരുന്നില്ല. അതിന് വേണ്ട പരിഹാരം ചെയ്യുന്നതും നല്ലതായിരിക്കും. കാരണം ശനി ഇത് യൗവനം മുഴുവനുണ്ട്. ജോലിയുണ്ട്, പക്ഷെ വേണ്ടത്ര ഉയർച്ച വരുന്നില്ല. 39 വരെ ശനിയാണ്. അതാണ് 2039 വരെ. ഇനി ഇപ്പോൾ 24 ആയിട്ടുള്ളൂ.
അതായത് യൗവനം മുഴുവൻ ശനിയായിപ്പോയി. അതാണ് തീഷ്ണ യൗവനം എന്ന് പറയുന്നത് 40 വയസ്സ് വരെയുള്ള ആ ഒരു സമയം. യൗവനത്തിന് പല ഘട്ടങ്ങളുണ്ട്. അതിൽ തീഷ്ണ യൗവനം 40 വരെയാണ്. അപ്പോൾ ആ 40 വരെയുള്ള ആ യൗവനകാലം ഇയാൾക്ക് വെറും ശനിയുടെ ദോഷത്തിലാണ് ഇയാൾ ഉള്ളത്. അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞേക്കൂ. അയാൾ പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ്, അവർക്കതിലൊക്കെ താല്പര്യമുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ വരാൻ പറയൂ. അതുപോലെ അമ്മയുടെ ജാതകവും അപ്പോൾ നോക്കാം. അമ്മയുടെ ജാതകം വെച്ചിട്ടാണ് വീട്ടിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇയാളുടെ ജാതകം വെച്ച് ഇപ്പം തൽക്കാലം വീട്ടിൻ്റെ കാര്യം അത്ര പോരാ. കല്യാണ കാര്യത്തിൽ ഓക്കെ ഞാൻ പറഞ്ഞത് രണ്ടും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം നന്നായി വരട്ടെ. ഓക്കെ 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 അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോൾ ആ ആചാര്യനാണ് എല്ലാം. അവർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഭാരതത്തിലുള്ള ഏത് ക്ഷേത്രത്തിലും ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട സന്യാസി വര്യന്മാർക്ക് അത്തരത്തിലുള്ള വലിയ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പരമാചാര്യനായിട്ടാണ് നമ്മുടെ ശങ്കരാചാര്യരെ പറയുന്നത്. അദ്ദേഹം അവതരിപ്പിച്ച ദർശനം ഞാൻ പറഞ്ഞതുപോലെ അദ്വൈത സിദ്ധാന്തം ഭാരതത്തിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ പിന്നെ പ്രയോക്താവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ മാർഗദർശിയായിട്ട് ഭാരതത്തിലുടനീളം അദ്ദേഹം സഞ്ചരിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിലെ പിന്നെ വ്യത്യസ്തമായ പലതരത്തിലുള്ള ആചാരങ്ങളെയും അദ്ദേഹം ക്രോഡീകരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രാധാന്യമില്ലാത്ത പ്രധാന അമ്പലങ്ങളില്ല എന്ന് തന്നെ പറയാം. ശബരിമലയിൽ അത്ര പ്രാധാന്യം അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്ന കാണുന്നില്ല. ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ, അതുകൊണ്ട് കേരളത്തിലും അതിൻ്റെ ശരിയായ ഇതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ദേഹത്തിനെക്കുറിച്ച് പോലും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പിന്നെ അവിടെയാണെന്നും അങ്ങനെ 2 അഭിപ്രായം ഉണ്ട്. അത് തർക്ക വിഷയമായതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും നമ്മളെ വടക്കുന്നാഥൻ തൃശ്ശൂരുള്ള പിന്നെ ആ ക്ഷേത്രവുമായിട്ടും ആചാര്യസ്വാമിക്ക് ഭയങ്കരമായ ബന്ധമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൊട്ടിയൂർ മുതൽ അങ്ങ് ചോറ്റാനിക്കര മുതൽ കൊടുങ്ങല്ലൂർ ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും, ഗുരുവായൂർ, കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലുള്ള എല്ലാ വിധാനങ്ങളും, കർമ്മവിധാനങ്ങൾ, ഓരോന്ന് പൂജാവിധാനങ്ങൾ അതെങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചത് ആചാര്യസ്വാമിയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആചാര്യന് ഈ അമിത പ്രാധാന്യം ഭാരതത്തിൽ വന്നത്. അത് ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലടക്കം. ഇനി ഈ ശങ്കരാചാര്യർ തന്നെ 3-4 പേരുണ്ടെന്നുള്ള ഇതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കാലടിയിൽ ജനിച്ച ആര്യാമ്പയുടെ മകനായ ശങ്കരനെക്കുറിച്ചാണ്. അതാണ് പിന്നെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അമ്മ മരിക്കുമ്പോൾ മോനെ കാണണമെന്ന് ആഗ്രഹിച്ചെന്നും അപ്പോഴേക്കും എത്തിയെന്നും ഒക്കെയുള്ള കഥകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ആകാശ ഗമനശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെന്ന് പറയാൻ കാരണം അതാണ്. എന്തോ ആവട്ടെ, നമ്മൾ കണ്ടിട്ടില്ല. 1000 വർഷം മുമ്പേ ജീവിച്ച മനുഷ്യനെ കൊണ്ട് നമുക്ക് ഊഹിക്കാനേ പറ്റൂ. കഥകൾ നമ്മൾ പിന്നെ ഇതിൽ വിശ്വസിക്കുന്നവന് വിശ്വസിക്കാം, അല്ലാത്തവന് തള്ളിക്കളയാം. പിന്നെ കേട്ട കഥകളാണ്, കർണാകർണകിയായിട്ട് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് വന്ന കഥകളാണ്. അച്ചടി അന്നില്ല, അത് മനസ്സിലാക്കണം. അന്ന് ദേവീ മഹാത്മ്യം പോലും ചൊല്ലിയിട്ടാണ് മനുഷ്യർ ഇതാക്കുക, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ സാമവേദം എന്ന് പറഞ്ഞൊരു വേദം തന്നെ പിന്നെ ചൊല്ലിക്കൊണ്ട് മാത്രമേ ഉള്ളൂ, അച്ചടിയില്ല. അപ്പോൾ അതാണ്. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പഴയങ്ങാടി. ആ പറയൂ. 1993 ഏപ്രിൽ 20 പുലർച്ചെ 1:50. 1:50. ഉത്രട്ടാതി. ആരുടേതാണിത്? മോന്റെയാണ്. എന്താണ് മകനെ കുറിച്ച് അറിയാനുള്ളത്? കല്യാണത്തിന്റെ കല്യാണം ഇപ്പം നടക്കുന്നത് 31 വയസ്സായി.
ഉത്രട്ടായി നക്ഷത്രമാണ്. ഇപ്പോൾ ശുക്രദശയാണ് തുടങ്ങിയിരിക്കുന്നത്. ശുക്രൻ ഉച്ചത്തിലുള്ള ശുക്രനാണ്. കല്യാണത്തിനൊക്കെ പറ്റിയ സമയം തന്നെയാണ്. 23 8-ാം മാസം മുതൽ തുടങ്ങി യോഗകാരകനായിട്ട് ഉച്ചത്തിൽ നിൽക്കുകയാണ്. വലിയ ഉയർച്ചയും ഈ സമയം വരും. ആള് സ്ഥലത്തുണ്ടോ? ഇല്ല, ഇപ്പൊ ഗൾഫിലില്ല. എവിടെയാ ഉള്ളത്? ദുബായിലാ ഉള്ളത്. യൂറോപ്പിലേക്ക് കടക്കുന്നുണ്ടോ? ഇപ്പം ജോലി ആയതേ ഇല്ല, ഒരു 3 മാസമായിട്ട്. അതെ, ഒരു കൊല്ലേ ആയിട്ടുള്ളൂ സമയം തെളിഞ്ഞിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അല്ല, യൂറോപ്പിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിനി. ആ ആഗ്രഹം ഉയർച്ചയാണ് ഞാൻ കാണുന്നത്. ഇപ്പം ചെറുപ്പക്കാരെ നോട്ടം മുഴുവൻ അങ്ങോട്ടാണല്ലോ. അതെ അതെ. അയർലൻഡ്, കാനഡ, അങ്ങനെ അങ്ങനെ. സ്വീഡനിലേക്ക് അതെ, കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ സ്വീഡനിലേക്ക് പോകുന്ന തന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ ഇവരെയെല്ലാം മോതിരം കൊടുത്ത് സ്വീഡനിലേക്കും അയർലൻഡിലേക്കെല്ലാം പറഞ്ഞു വിടുകല്ലേ. നിങ്ങളെ മോനും വന്നു കഴിഞ്ഞാൽ മേടിച്ചോളാൻ പറ, നമുക്കൊന്ന് കൊടുത്തിട്ട് അയർലൻഡിലേക്കോ സ്വീഡനിലേക്കോ കടത്താം. ഞാൻ അതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ. തമാശ പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. ഞാനെല്ലാം ചിരിച്ചുകൊണ്ടേ പറയൂ, പക്ഷെ എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ ഈ നിങ്ങളുടെ മകനും വലിയ ഈ ശുക്രന് ചിലപ്പോൾ വലിയ നിലയിൽ ഈ പയ്യൻ ഉയർന്നു വരാനുള്ള, ചെറുപ്പക്കാരൻ ഉയർന്നു വരാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതിസമ്പന്നതയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഹൃദയാരോഗ്യം ശ്രദ്ധിക്കാൻ പറയണം. ഈ കൊഴുപ്പ് അധികം കൂട്ടണ്ട എന്ന് പറഞ്ഞേക്കും. കരിച്ചതും പൊരിച്ചതും അങ്ങനെ തിന്നരുത് എന്ന് പറയണം മകനോട്. ഇപ്പം തന്നെ തടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തടി അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ മോശമാണ്. വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറയണം. അതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ പറയണം. ഇന്ദുലാൽ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് നിങ്ങൾ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ പോരാ. കൃത്യമായിട്ട് പിന്നെ എന്താ ശക്തിയിൽ പറയണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ കരിച്ചയും പൊരിച്ചയും നിർത്തണമെന്ന് പറയണം. അങ്ങനെയല്ല, അത് കൊഴുപ്പ് ശരീരത്തിൽ കൂട്ടരുത്, അത്ര തന്നെ. ഇപ്പം തന്നെ തൂക്കം കൂടുകയല്ലേ. ആ തൂക്കം കൂടുന്നതിന് വ്യായാമം മാത്രം വേണ്ടത്ര ഇല്ലാതായി കഴിഞ്ഞാൽ വ്യായാമത്തിനോട് മടിയാണെന്നാണ് കാണുന്നത് ഇവിടെ. വ്യായാമം ചെയ്യാൻ മടിയാണ്. അതാ ഉറക്ക പ്രധാനം. അതാണ് മടിയുടെ ലക്ഷണമാണല്ലോ ഉറക്ക കൂടുതൽ. അപ്പോൾ തടി ഇങ്ങോട്ട് കൂടും. ഇനിയിപ്പം തൂക്കം ഇങ്ങനെ വർദ്ധിച്ചു വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മകൻ്റെ സ്ഥിതി ആരോഗ്യ സംബന്ധമായിട്ട് ദോഷം വരും. അതിനാണ് ഈ പറയുന്ന കരിച്ചതും പൊരിച്ചതും പിന്നെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അതൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഭയങ്കര ദൈവാനുഗ്രഹമുള്ള പയ്യനാണ്. അതിമാനുഷ യോഗമുണ്ട്, കേസരി യോഗമുണ്ട്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ദുസൂചനകളും എൻ്റെ വർത്തമാനത്തിലില്ല. പക്ഷെ ആരോഗ്യമില്ലാതെ ശരീരമായി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇപ്പം ഈ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്ന കേസൊക്കെ എന്താണ്? അതെന്താണ്? അത് കുറേ വാക്സിൻ്റെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒപ്പം ഈ ഹൃദയാരോഗ്യത്തിൻ്റെ കുഴപ്പത്തിൻ്റെ വിഷയമില്ലേ? നമ്മളെപ്പോലെ അല്ലല്ലോ, നമ്മളെ കാലഘട്ടത്തിലെ പോലെ നല്ല ഭക്ഷണം മാത്രം അല്ലല്ലോ കഴിക്കുന്നത് ചെറുപ്പക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പവും കൂടി ഉണ്ട് വന്നിട്ട്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കുഴപ്പം വരുത്താതിരിക്കാൻ വേണ്ടി ഗൗരവത്തിൽ മകന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക. മറ്റു പരിഹാരങ്ങൾ വേണമെങ്കിൽ നേരിട്ട് വന്നാൽ എന്നെ കാണുക. ഓക്കെ? കല്യാണം കുറച്ച് പതുക്കെ നടക്കും. മടിയനാണല്ലോ. അല്ല, അത് അനിയന് കല്യാണം ഉറപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞത്. അത് കുറച്ച് കഴിയും. 7-ാം ഭാവത്തിൽ ഒരു നീച ചൊവ്വയുണ്ടല്ലോ. പിന്നെ 7-ാം ഭാവാധീന ബലഹാനിയും ഉണ്ട്. കുറച്ച് ലേറ്റാകുന്ന കല്യാണമാണ് അത്. നമുക്ക് നേരിട്ട് സംസാരിക്കാം അതിനെക്കുറിച്ച്. നിങ്ങൾ ഒന്നെന്നെ കാണൂ. ഓക്കെ? ഓക്കെ. അപ്പോൾ നമുക്ക് ആചാര്യസ്വാമികൾ ദേവിയെയാണല്ലോ ആരാധിച്ചത്. അപ്പോൾ നമ്മളും ദേവി മഹാത്മ്യം ഇപ്രാവശ്യം ഇനി പറയേണ്ട മന്ത്രം എന്താ? സൃഷ്ടിസ്ഥിതി വിനാശാനം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണ നമസ്തുതേ. സൃഷ്ടിയും സ്ഥിതിയും വിനാശവും അതിന് നാശവും വരുത്തുന്നത് ദേവി തന്നെ എന്ന് ഈ മന്ത്രത്തിൽ പറയുന്നു. ജനറേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അത് തന്നെ ഡിസ്ട്രക്ഷന് വിധേയമാകുക. അത് പ്രപഞ്ചത്തിൻ്റെ താളമാണ്. ആ താളം നടപ്പിലാക്കുന്നു. അതിനുവേണ്ടി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ദേവിയാണ് പോലും ഏൽപ്പിച്ചത്. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂത, അതിനൊക്കെ ശക്തിയുള്ളവളാണ് ദേവി. സനാതനി എന്ന് പറഞ്ഞാൽ നിത്യ, സനാതനം, നാശമില്ലാത്തത്. അങ്ങനെ പറയുന്നുണ്ടല്ലോ, സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ സനാതനം എന്ന് പറഞ്ഞാൽ
നാശമില്ലാത്തതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സനാതനി എന്ന് പറഞ്ഞാൽ നിത്യ, എന്നുമുള്ളവൾ, മരണമില്ല. അതുകൊണ്ടാണ് പോലും ദേവി തൻ്റെ ഭക്തന്മാർ കുരുത്തക്കേടൊക്കെ കളിക്കുമ്പോൾ മൈൻഡാക്കാത്തത്. അവനെന്തോ കളിക്കട്ടെ, അവനിപ്പം ചാവില്ലേ, ദേവിക്ക് മരണമില്ല. ദേവിയുടെ ഭക്തനായി എന്തുലാൽ ചത്തുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വല്ല കുരുത്തക്കേടും ഉണ്ടായാലും ദേവിയോ അത് മൈൻഡാക്കില്ല പോലും. കാരണം അവനിപ്പം ചാവില്ലേ, ഞാനിങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. അപ്പോൾ ആ ദേവി സനാതനിയാണ്, ദേവിക്ക് മരണമില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സനാതനി അതാണ് നമ്മൾ ഭക്തന്മാർക്ക് എല്ലാവരും. ഏത് വലിയ മഹാഭക്തനായ ശങ്കരാചാര്യർ 32 പോയില്ലേ, പിന്നെ എന്താണ്, പിന്നെ അതിൻ്റെ അപ്പുറം വേറെ എന്ത് പറയാനാണ്? ശങ്കരാചാര്യരെ കവിഞ്ഞിട്ടൊരു ഭക്തൻ ഭൂമിയിലില്ലെന്നല്ലേ ദേവി ഭക്തൻ. ദേവിയുടെ മുലപ്പാൽ കുടിച്ചു എന്ന് പറയുന്ന ഒറ്റ ആളല്ലേ ഉള്ളത്, ശങ്കരാചാര്യരല്ലേ. അതും നടന്നതാണോ എന്നറിയില്ല. തപസ്തന്യം എന്ന് ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ അവിടുത്തെ സ്തന്യം എന്ന് പറഞ്ഞാൽ മുലപ്പാൽ. അപ്പോൾ എങ്ങനെയാണ് എഴുതിയത്, അത് എഴുതാനൊരു കാരണം ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തുവാട്ടെ, അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ശങ്കരാചാര്യർ പിന്നെ മുലപ്പാൽ വരെ കുടിച്ചു എന്ന് പറയുന്ന ആചാര്യസ്വാമിയുടെ ആയുസ് പോലും ദേവി പിടിച്ചു വച്ചില്ലല്ലോ, വിവേകാനന്ദൻ്റെ പിടിച്ചു വച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ദേവി ഇടപെടുന്ന വിഷയങ്ങളല്ല. പോകേണ്ട സമയത്ത് പോകും. മരണമുണ്ട്, ഏത് ഭക്തനായാലും ജനിച്ചാൽ നരന് മരണമുണ്ട്. അപ്പോൾ അത് നരൻ്റെ പിന്നെ അതിനെ നീട്ടിപ്പിടിക്കാൻ ഏറ്റവും വലിയ ശ്രമം നടത്തിയത് മൈക്കിൾ ജാക്സനാണ്. പിന്നെ 13 ഡോക്ടർമാരെ ചുറ്റിലും വെച്ചിട്ട് 150 വയസ്സ് വരെ ജീവിക്കാമെന്ന് വിചാരിച്ച പാവം മൈക്കിൾ 50-ാം വയസ്സിൽ തട്ടിപ്പോയി. അയാൾ എന്ത് കഴിക്കുമ്പോഴും അതൊക്കെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. അത് ചത്ത് നോക്കുമ്പം വയറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല പോലും. അത് ഭയങ്കരം, ഒന്നും പറയണ്ട. അതാണ് മനുഷ്യൻ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെയല്ല. അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന് 13 ഡോക്ടർമാർ പ്രൈവറ്റായിട്ട്, പിന്നെ ഇയാൾ ഏത് സാധനം എപ്പോഴും അടിച്ചു പോകുന്നു, കിഡ്നി ആണെങ്കിൽ കിഡ്നി, മറ്റേ കരൾ, ഹൃദയ, ഇതിനൊക്കെ ദാതാക്കളെ ചെലവിന് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവർ ഇയാൾക്ക് ഏത് അവയവത്തിനാണോ കുഴപ്പം വരുന്നത് അത് ആ സ്പോട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ അടക്കം വീട്ടിലുണ്ട്, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്, സർജന്മാർ 4-5 പേര് ഇങ്ങനെ ചുറ്റിലുമുണ്ട്. ഏതെങ്കിലും അവയവത്തിന് എപ്പോഴെങ്കിലും കുഴപ്പം വന്നാൽ ഉടനെ തന്നെ അത് മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കരളാണെങ്കിൽ കരൾ, ഹൃദയമാണെങ്കിൽ ഹൃദയം, കിഡ്നി ആണെങ്കിൽ കിഡ്നി. പക്ഷേ ആ മൈക്കിൾ ജാക്സൺ എത്ര കാലമാണ് ജീവിച്ചത്? 50 കൊല്ലമേ ജീവിച്ചുള്ളൂ. ഏറ്റവും കൂടുതൽ ശവടക്ക് മനുഷ്യർ കണ്ടത് മൈക്കിളിൻ്റെ ജാക്സൻ്റെ ശവടക്കാണ്. എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് അത് നേരിട്ട് കണ്ടത്. ടി വിയിൽ കണ്ട ആളുകൾക്ക് കയ്യും കണക്കൂല, ഞാനും കണ്ടവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെയല്ല അത് നടക്കുക. അത് സമയത്തുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ ഈ ദേവി സനാതനിയാണെന്ന് പറയുന്നു. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ, എല്ലാവർക്കും ഗുണങ്ങൾ നൽകുന്നവൾ. ആശ്രയിക്കാൻ സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആകെ എല്ലാം ദേവിയിൽ തന്നെയാണ്. ഈ 3 ഗുണങ്ങളും സത്വരജോ തമോ ഗുണങ്ങളുടെ സമ്യക്കായ ഒരു ഭാവം ദേവിയിൽ കാണാം. അതുകൊണ്ടാണ് ദേവി തന്നെ കാളിയായിട്ടും ദേവി തന്നെ സരസ്വതിയായിട്ടും ദേവി തന്നെ ലക്ഷ്മിയായിട്ടും മാലോകരെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് കൊല്ലണ്ടിക്ക് കൊല്ലും, കൊടുക്കണ്ടിക്ക് പൈസ കൊടുക്കും, വിദ്യ കൊടുക്കേണ്ടവന് വിദ്യയും കൊടുക്കും. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദേവി ഭക്തന്മാരോട് കളിച്ചു കഴിഞ്ഞാൽ ഈ കാളി ചിലപ്പോൾ പണി കൊടുത്ത് കൊന്നുകളയാനും മടിക്കില്ല. അതാർക്കും അറിയില്ല. അതൊക്കെ തിരിച്ചറിയാനും വേണമൊരു യോഗം. പിന്നെ ഒരു ഭക്തനെ സമയത്തോളം അവന് കിട്ടിയ അറിവുകൾ അവൻ പൊതുവേ ഷെയർ ചെയ്യാൻ നിൽക്കില്ല. ഞാനൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ഏതായാലും നിങ്ങളല്ലേ എന്നെ കാശ് തന്നിട്ട് ഈ ലോകത്തിലുള്ള ജീവിക്കാൻ ഇടവരുത്തിയ ദേവിയുടെ അനുഗ്രഹമാണെങ്കിലും അതുകൊണ്ട് എനിക്ക് കടപ്പാടുണ്ട് സമൂഹത്തോട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ പിന്നെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു, അത് വേറെ കാര്യം. എല്ലാവരും അങ്ങനെ ഷെയറൊന്നും ചെയ്യില്ല. അപ്പോൾ ദേവി ഈ പറയുന്ന 3 ഗുണത്തിൽ നിന്നിട്ടും ദേവി കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കണം. പക്ഷപാതമുള്ള കൂട്ടത്തിലാണ്. തമോ ഗുണത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷപാതവും ഉണ്ടാകും. ഭക്തനോട് കളിച്ചാൽ തട്ടിക്കളയും, അത് വേറെ കാര്യം. അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും രൂപത്തിൽ അടയാളങ്ങൾ അപ്പുറം കാണിച്ചു കൊടുക്കും. ആര് കളിക്കുന്നോ അവർക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. അത് പല രൂപത്തിലായിരിക്കും. തെറ്റിനനുസരിച്ചായിരിക്കും ശിക്ഷ വരിക, ഏറ്റുവാങ്ങേണ്ടി വരിക. വെറുതെ അതുകൊണ്ട് തന്നെ
പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളവരൊന്നും വെറുതെ വേണ്ടാതെ ദേവി ഭക്തന്മാരോടൊന്നും കളിക്കാൻ നിൽക്കണ്ട, പണിയായി പോകും. വെറുതെ അതിന് പിന്നെ ഇടവരുത്തണ്ട. പേടിപ്പിക്കുന്നതല്ല, സത്യം പറഞ്ഞെന്ന് മാത്രമാണ്. യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തരണ്ടേ, പലർക്കും അറിയില്ല എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത്. അങ്ങനെ ദേവി എന്താ ചില ആളുകളെ ദേവി അങ്ങ് അനുഗ്രഹിക്കുന്നു, അത് ദേവിയുടെ ഇഷ്ടം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനതിൽ പെട്ടുപോയി. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതിനാശാനാം ശക്തിബോധേ സനാതനി ഗുണാശ്രയെ ഗുണമയേ നാരായണി ആ നാരായണി നിന്തിരിവടിക്ക് നമസ്കാരം. അതുകൊണ്ട് പിന്നെ ഈ ദേവിയെക്കുറിച്ച് മനസ്സിലാക്കാനും പരിഹാരങ്ങൾ ചെയ്യുവാനും അതേപോലെ ജ്യോതിഷ സംബന്ധമായ ഫലങ്ങൾ അറിയാനും ജാതക പരിശോധന മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അത് മനസ്സിലാക്കണം. അതുപോലെ പരിഹാരം ചെയ്യേണ്ടവർക്കും എന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ വന്ന് കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ടാണ് വരേണ്ടത്. പിന്നെ ഓൺലൈനിൽ ഫലം അറിയേണ്ടവർക്ക് അങ്ങനെയും അറിയാം. അതുകൊണ്ട് ആ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വന്ന് പിന്നെ അങ്ങനെയും പൈസ അയച്ചുകൊണ്ട് ഗൂഗിൾ പേ വഴി പൈസ അയച്ചുകൊണ്ട് അങ്ങനെയും ഫലം അറിയാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.